ഈ നജീബ് മൗലവി വ്യക്തമായി, അതായത് പേരുടെ ഉസ്താദിനെ ഗണ്ണിക്കുന്നു, അതൊന്നു ഭിന്നതയുള്ള വിഷയത്തിനെ വിട്ടുകളഞ്ഞു. മറ്റൊന്ന് കക്കുന്നുണ്ടോ ഇബാറത്തിൻ്റെ പകുതി എന്ന നിലക്ക് പറയുന്നു. ആ കക്കുന്നതിന് അയാൾ പറയുന്നത് ആ വിഭിന്നമായ വിഷയത്തിൽ പറയുന്നില്ല, അതിനെ ഒളിപ്പിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടിയാണ് കക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇയാള് എന്താണ് ഭിന്നതയുള്ളത് വിഷയം എന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു സഹോദരന് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ കൊന്ന മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, അപ്പൊ കൊന്നവനെ കൊല്ലണം എന്നില്ല, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സംഗതി ഖുർആൻ തന്നെ അവിടെ പഠിപ്പിക്കുന്നു. അവിടെ പിന്നെ എന്താ ചെയ്യാ? ഈ ആയത്തിന്റെ തഫ്സീറിൽ ജലാലൈനി അടക്കം പറഞ്ഞത് കാണാം. അവരോട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് അതിന് നഷ്ടപരിഹാരം എന്ന നിലക്ക് ദിയത്ത് ചോദിക്കാം. ദിയത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര, എങ്ങനെ എന്നൊക്കെ അതിന് തീരുമാനമെടുക്കാം. ഏതായിരുന്നാലും അതേസമയം അങ്ങനെ ഒരു വിട്ടുവീഴ്ച, ഉദാഹരണം പറഞ്ഞു, അയാള് മാർക്കിൽ കാണിക്കുന്നത് പിന്നീട് വിവരിക്കാം. അയാള് മാർക്കിൽ കാണിക്കുന്നത് മുകളിൽ വലുതായിട്ട്, അതായത് അയാള് മനസ്സിലാക്കിയ ഒരു അജണ്ട ഖത്ൽക്കാണ്, ഖിസാസ്ക്കാണ്, പ്രതികാരത്തിനാണ് പ്രാധാന്യം, അല്ലാതെ മാഫ് ചെയ്തു കൊടുക്കൽ പ്രാധാന്യമില്ല എന്ന അർത്ഥത്തിലായിരിക്കും അയാൾ കാണിക്കുന്നത്. പക്ഷെ അയാൾ തുറന്നു പറയുന്നില്ല. അയാൾ എന്ത് പേടിയാണ്? പേരുടെ ഉസ്താദിന്റെ പേടിയാണോ, അഥവാ അയാൾക്ക് സമുദായത്തിന്റെ പേടിയാണോ, അഥവാ ഇതര സമുദായത്തിന്റെ പേടിയാണോ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അയാൾ തുറന്നൊന്നും പറയുന്നില്ല. ഭിന്നത പറയുന്നു, എന്ത് ഭിന്നതയും പറയുന്നില്ല. ഒരാളെ കൊല്ലപ്പെട്ടിട്ട് അയാൾക്ക് 10 മക്കളുണ്ട്. നമ്മൾ പറയുന്നൊരു വിഷയത്തെ പറ്റി ഖണ്ഡിക്കുമ്പോൾ പോലും ജലാലൈനി വായിക്കുമ്പോൾ അയാൾ തന്നെ വിഷയം പറയുമ്പോൾ തന്നെ തെറ്റിക്കുന്നു. ഒരു വിഷയത്തിൽ ഗണ്ണിക്കുമ്പോൾ ആ വിഷയത്തിന് പറയണ്ടേ, പിന്നെ ജലാലും വായിക്കുന്ന വിഷയം രണ്ടാമത് വേറെ തന്നെ തെറ്റിച്ചു വരും. ഇതിന്റെ അപ്പുറവും ഇപ്പുറത്തുള്ളത് വായിക്കുമ്പോ തങ്ങൾക്ക് എതിരാകുന്ന ഒന്ന് നടുവിൽ കാണുന്നത് കട്ട് ചെയ്ത് വായിക്കുക. വലിയ മൂല്യന്മാര് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ക്ലിപ്പുകൾ നോക്കി, ഒരു നിമിഷപ്രിയന്റെ കാര്യത്തില് നമ്മളൊരു സംസാരത്തിന് കുറെ ഇറങ്ങിയല്ലോ, ക്ലിപ്പുകൾ നോക്കി ജലാലൈനിന്റെ അപ്പുറമുള്ള ഭാഗത്തിട്ട് അയാൾ ആദ്യം കാണിച്ച ക്ലിപ്പ് അവിടെ ജലാലൈന് കിതാബ് പൊടിച്ചിട്ട് ഇബാറത്ത് വായിക്കുന്നതല്ല. പൊട്ടനും മനസ്സിലാവും. അവിടെ അയാൾ കാണിക്കുന്ന ക്ലിപ്പിൽ തന്നെ കാണുന്നു എന്താണ് പൊടിച്ചിട്ട് വായിക്കുന്നതെന്ന്. ജലാലൈൻ്റെ, അതാണ് ജലാലൈൻ എന്ന് പറഞ്ഞത് കാണാം. മുകുനിന്റെ ഇബാറത്താ കാണിക്കുന്നത്. ഇറങ്ങിയിട്ടുള്ള ക്ലിപ്പുകൾ നോക്കി, ഒരു നിമിഷപ്രിയന്റെ കാര്യത്തില് നമ്മളൊരു സംസാരത്തിന് ബദലായിട്ട് കുറെ ഇറങ്ങിയല്ലോ, ആ ഇറങ്ങിയ ക്ലിപ്പുകൾ നോക്കി ജലാലൈനിന്റെ അപ്പുറമുള്ള ഭാഗത്തിട്ട് നട്ടുഭാഗം ഒഴിവാക്കുക വായിക്കുമ്പോൾ. മറ്റ് കിതാബുകളിൽ അപ്പുറം ഒഴിവാക്കും, അതിന്റെ അപ്പുറത്തോ നോക്കിയാൽ ഇതിന്റെ അപ്പുറം കാണും. ആ ഭാഗങ്ങൾ ഒഴിവാക്കി ഇപ്പുറം നോക്കിയാൽ ഇതിന്റെ അപ്പുറം കാണും. ഇതെല്ലാവർക്കും അറിയുന്ന വിഷയം. പക്ഷെ എന്ത് കാണും, എന്ത് ഭിന്നത എന്നാലും തുറന്നു പറയണല്ലോ. വായിക്കുക സൂത്രമാണല്ലോ, അറിഞ്ഞുകൊണ്ടാണല്ലോ, വായിക്കാൻ തിരിയുന്നവരാണല്ലോ അത് കട്ട് ചെയ്യുക. അതാണ് വായിച്ചോലോ സത്യം തന്നെ പറയണ. കട്ട് ചെയ്യന് അവിടെ വായിക്കുന്ന, അതായത് ഉസ്താദ് ജലാലൈന് കിതാബ് പിടിച്ച് വായിക്കുന്നതല്ല. വേറൊരു ഉസ്താദ് ഒരു മാറ്റർ ആക്കിയിട്ട് അതിൽ ജലാലൈന് ഒതുങ്ങിയ മറ്റുള്ള എല്ലാ ഇബാറത്തുകൾ ചേർത്തിട്ടാണ് വേറൊരു ഉസ്താദ് വായിക്കുന്നത്.
ആ വായിക്കുന്നതിൽ ഭിന്നത ഒന്നുമില്ല. പക്ഷെ ഇയാള് പറയുന്ന ഭിന്നത എന്ന് പറയുന്ന കാരണം ഇയാൾക്കൊരു അജണ്ട ഉണ്ട്, അർത്ഥം. അതാണ് കിസാസ് എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു ഫമൻ നസിയ. ഈ നജീബ് മൗലവി വ്യക്തമായി, അതായത് പേരുടെ ഉസ്താദിനെ ഗണ്ണിക്കുന്നു, അതൊന്നു ഭിന്നതയുള്ള വിഷയത്തിനെ വിട്ടുകളഞ്ഞു. മറ്റൊന്ന് കക്കുന്നുണ്ടോ ഇബാറത്തിന്റെ പകുതി എന്ന നിലക്ക് പറയുന്നു. ആ കക്കുന്നതിന് അയാൾ പറയുന്നത് ആ വിഭിന്നമായ വിഷയത്തിൽ പറയുന്നില്ല, അതിനെ ഒളിപ്പിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടിയാണ് കക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇയാള് എന്താണ് ഭിന്നതയുള്ളത് വിഷയം എന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. ഇയാളെ പരമായി ഇയാളെ ആളായി യൂട്യൂബിലിട്ട ആള് കാണിക്കുന്നത് ഇതിൻ്റെ ഇബാറത്താണ്. അതായത് ജലാലയിൻ്റെ ഇബാറത്തല്ല, ഏതോ ഒരു ഫിഖ് ഗ്രന്ഥത്തിൻ്റെ മുഗനിയുടെ ഇബാറത്താണ്. ഈ ഇബാറത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾ എടുത്തു കാണിക്കുന്ന അന്നൽ ഖത്ല ലാ യഖ്തഉ ഖുവത്തുൽ ഈമാൻ എന്നതിനെ എടുത്തു കാണിക്കുന്നു. അതായത് അയാൾക്കൊരു അജണ്ട ഉണ്ടോ എന്ന് ഇതിൽ സംശയിക്കപ്പെടുന്നു. ഒന്ന്, ഖത്ലാണ് പ്രാധാന്യം എന്ന അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. അഥവാ മുസ്ലിമേ അല്ലാത്തവരെ കൊല ചെയ്യുന്നതിന്, ശിക്ഷിക്കുന്നതിന് ഇത് ബാധകമല്ല എന്ന് അയാൾ ഈ ഭാരത്ത് കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്നു. അയാളെടുത്ത് കാണിക്കുന്ന ഓണത്തിൻ്റെ ഇതും കാണിക്കുന്നതിൻ്റെ മർമ്മം മാത്രമല്ല, അയാൾ മുമ്പ് പറഞ്ഞ വീഡിയോയുടെയും മർമ്മം അതാണ് എടുത്ത് കാണിക്കുന്നത്. അയാൾ തുറന്നു പറഞ്ഞാൽ വിഷയം ഓക്കെ, ഏതാണ് എന്ന് ആൾക്കാർക്ക് വിവരിച്ചു കൊടുക്കാം. പക്ഷെ അയാൾ കാണിക്കുന്നതിൽ ഒരർത്ഥമില്ല. അയാൾ ഭിന്നതയുള്ള വിഷയം വിട്ടുകളയുന്നു എന്ന് കാണിക്കുന്നു. അതിൻ്റെ കൂടെ അന്നൽ ഖത്ല ലാ യഖ്തഉ ഖുവത്തുൽ ഈമാൻ എന്ന ഇബാറത്തിനെയും കാണിക്കുന്നു. ഇതിൽ ഈ ഇബാറത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, കുത്തിബ അലൈക്കുമുൽ ഖിസാസ് എന്ന ആയത്തിൽ അത് അർത്ഥം വെറും അർത്ഥം വെച്ച് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഇന്ന് കാലം ഇയാൾ പറഞ്ഞതുപോലെ കട്ട് ഇയാളൊരു മനസ്സിൻ്റെ ഉള്ളൊരു അജണ്ട വെച്ചിട്ട് കട്ട് പറഞ്ഞതുപോലെ നിരീശ്വരവാദികളും മറ്റ് ബുദ്ധി കുറഞ്ഞ ആൾക്കാരും ഇങ്ങനെ പറയും, കട്ട് വായിച്ചു. അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് വിശദീകരിച്ച് കൊടുക്കുന്ന രൂപത്തിലല്ലാതെ അർത്ഥം വെച്ച് പോകുന്നത് ഭയങ്കര പേടിയുള്ള വിഷയമാണ്. അതുകൊണ്ട് പറയുന്നില്ല എന്ന് അയാൾ പറഞ്ഞ വിഷയത്തിന് പോകാം. ഫമൻ അഫിയ ലഹു ഇനി ആ കൊല ചെയ്ത ആൾക്കാരിൽ നിന്ന് ആൾക്ക് മാഫ് ചെയ്തു കൊടുക്കപ്പെട്ടാൽ, ആര് കൊടുക്കുന്നെന്ന് പറയുന്നില്ല, കൊടുക്കപ്പെട്ടാൽ എന്നാണ് പറയുന്നത്. അതായത് പിന്നീട് തുറന്നു പറയുന്നുണ്ട്. മിൻ അഹി, എന്തിനു തുറന്നു പറയുന്നു എന്ന് പറഞ്ഞാൽ
അത് പിന്നീട് അയാൾ ഈ ഫിഖിന്റെ ഇബാറത്തിൽ തന്നെ വിവരിച്ചത് ഞാൻ വിവരിച്ച് പറയാം. കൊല്ലപ്പെട്ട ആൾക്ക് ദിയത്ത് കൊടുക്കുക. കൊല്ലപ്പെട്ട ആള്, അതായത് മരണപ്പെട്ട ആള്, അയാൾക്ക് ദിയത്ത് കൊടുക്കുക. അത് അയാൾക്ക് കിസാസിനെ തെറ്റിക്കുന്ന ഇളവ് കൊടുക്കുക എന്തെങ്കിലും എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ സൂചിപ്പിച്ച വിഷയത്തിൽ ഈ ഫിഖ്ഹിന്റെ ഇബാറത്തിൽ എടുത്തു കാണിക്കുന്നു തൻകീർ ഷെയ്ൻ. അവിടെ ഷെയ്ൻ എന്ന് നെക്കിരയായിട്ട് പറഞ്ഞെന്ന് എന്ത് വസ്തു എന്ന് വ്യക്തമാവാത്ത നെക്കിരയായി പറഞ്ഞതിൽ കാണും എന്ത് യുഫീദു സുക്കൂത്തുൽ ഖിസാസ് ബിൽ അഫു, ശിക്ഷിക്കുക, കൊന്നു ശിക്ഷിക്കുക എന്നുള്ളത് മുറിഞ്ഞുപോകും, നിന്നു പോകും, മാഫു ചെയ്യൽ കൊണ്ടും നിന്നു പോകും എന്നവിടെ അവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും കൊടുക്കുക, അതായത് ഖിസാസിൻ്റെ അവിടെയും ഒരു അഹി എന്ന് പറഞ്ഞത് അത് ഖിസാസിൻ്റെ അവിടെയും ഒരു വ്യക്തിനെ നിയമിച്ചതാണോ, ഖിസാസ് കൊടുക്കുന്നവിടെയും ഒരു വ്യക്തിയെ നിയമിച്ചതാണോ, അതായത് ഒരു വ്യക്തി ഖിസാസിൻ്റെ അവിടെയും വേണമല്ലോ എന്ന നിലക്ക് നിയമിച്ചതാണോ എന്ന് ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിൽ ഷെയ്ഇൻ എന്ന് നെക്കിര പറയലോട് കൂടി ഖിസാസ് എന്നുള്ള വിഷയം മാത്രമല്ല, ഇനി ഖിസാസും അത് അല്ലാത്തതും അവിടെ ഖിസാസിൻ്റെ അത് ചെയ്തു കൊടുക്കുന്ന ഒരു ബന്ധം ആ സഹോദരനുണ്ട് എന്നാണ് കാണിക്കുന്നത്. സഹോദരൻ എന്ന് പറഞ്ഞത് ഇവിടെ സഹോദരൻ അല്ല അർത്ഥം. ഇവിടെ സഹോദരൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുഗ്നി തന്നെ പറയുന്ന അൽ അഖു ഫിൽ ഇസ്തിലാഹിൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ ഇസ്തിലാഹിൽ അഖു എന്ന് പറഞ്ഞത് ഹുവമാ യശ്മൽ ഖരീബ് മിൻ ജിയത്തിൻ നസബി റളായി ഔൽ അഖ്വത്തി ഫിദ്ദീൻ. സഹോദരൻ എന്ന് പറയുന്നത് ദീനിൽ സഹോദരന്മാർ, ദീനുള്ള സഹോദരന്മാർ, അതായത് കാളിക്ക് അധികാരം, കാളി വരെ വരും എന്നും കൂടി അവിടെ സൂചിപ്പിക്കുന്നു. അതായത് ബന്ധുക്കൾ, പിന്നെ മുലക്കുടി ബന്ധുള്ള ബന്ധുക്കൾ, അടുത്ത കുടുംബം, അടുത്ത രക്തബന്ധം, നസബിൻ്റെയും റവാഹിൻ്റെയും തറവാടിൻ്റെയും മുലക്കുടി ബന്ധത്തിൻ്റെയും അടുത്ത ബന്ധം എന്നാണ്. അതായത് രക്തബന്ധമാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. രക്തബന്ധമുള്ള ആളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഷൈഇ കൊണ്ട് മാഫ് ചെയ്താൽ അവിടെ ഖിസാസ് പോയി പോകും എന്നാണ് അറിയിക്കുന്നത്. ഇനി ഇയാൾ മാർക്ക് ചെയ്ത് കാണിക്കുന്ന വിഷയം അന്നൽ ഖത്ല ലാ യഖ്തഉ ഈമാൻ എന്ന് മാർക്ക് ചെയ്യുന്നെന്ന് കാണിക്കുന്ന വിഷയത്തിലേക്ക് പോവാം. ഒഫീ ദിഖ്രി അഖീ, ഇനി അഖീ എന്ന് പറഞ്ഞതിൽ ഓർത്തതിൽ അതുകൊണ്ട് നമ്മൾക്ക് പരിഗണിക്കാം എന്ത് താത്തുഫി ദാഇൻ ഇലൽ അഫ്വി, മാഫ് ചെയ്ത് കൊടുക്കൽ പരിഗണിക്കപ്പെടുന്നുണ്ട്, മാഫ് ചെയ്യൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. മാഫ് ചെയ്യൽ കൊള്ള ഒരാളെ നിർത്തപ്പെട്ടിരിക്കുന്നു എന്നും അവിടെ അഹി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്നാണ്.
മറ്റൊരു അർത്ഥം മറ്റൊന്ന് ഈദാണ്. അഹി എന്ന് പറയുന്നതിൽ അറിയിക്കുന്നുണ്ട്. എന്ത്? അഹി എന്ന് പറഞ്ഞാൽ അത് കൊല്ലപ്പെട്ട ആള്, അതായത് കൊന്ന ആളെ സഹോദരനല്ല, ആ സഹോദരനെ പറ്റിയല്ല പറയുന്നത്. ഈ മരണപ്പെട്ട ആളെ സഹോദരൻ എന്ന് പറയുന്നതിലൂടെ അറിയിക്കുന്നുണ്ട് ബിഅന്നൽ ഖത്ല, കൊല എന്നുള്ളത്. ബിഅന്നൽ ഖത്ല, കൊല എന്നുള്ളത്, അതായത് ഈ കൊല എന്ന് പറഞ്ഞത് ഖിസാസിന്റെ കൊലനെ പറ്റിയല്ല. ഇവിടെ മരിച്ച ആളെ സഹോദരത്വത്തിന്റെ വിഷയത്തിൽ പറയുന്നത് ഈ മരിച്ച ആള് കൊലയായിട്ടുണ്ടല്ലോ, അയാൾ മരിച്ചിട്ടുണ്ടല്ലോ, ആ കത്തില് ലായഖ്തുൽ ഈമാൻ, വിശ്വാസത്തിന്റെ സഹോദരത്വത്തിന് പൊളിച്ചു കളയൂല. അതായത് വിശ്വാസത്തിന്റെ സഹോദരത്വത്തിനെ പൊളിച്ചു കളയൂല. അയാൾ മരിക്കലോട് കൂടി വിശ്വാസം സഹോദരത്വം ഇല്ല, അഥവാ അയാളെ പേരിൽ കൊടുക്കുന്ന ആള് ഇവിടെ ഇല്ല എന്നാവൂല. മരിച്ചാലും അയാൾക്ക് ഒരു പ്രതിനിധിയുണ്ട്, ഒരു വലി ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ അഹി എന്ന് പറഞ്ഞത് കൊണ്ട് മുസ്ലിം അല്ലാത്ത ആൾക്കാരെ ഒഴിവാവും എന്ന അർത്ഥം അവിടെ വരൂല. അഹി എന്ന് പറഞ്ഞത് അവിടെ വിവരിക്കുന്നത് അവിടെ വിലായത്തിനെ പറ്റിയാണ്, അതായത് ഏറ്റെടുക്കപ്പെടുന്ന അധികാരത്തിൻ്റെയും ബന്ധത്തിൻ്റെ വിഷയത്തിലാണ് പറയുന്നത്. അല്ലാതെ ഒരു മുസ്ലിം അല്ലാത്ത സഹോദരന് കൊടുക്കുന്നതിലേക്ക് ഏറെക്കുറവുണ്ട്, അഥവാ മുസ്ലിം അല്ലാത്ത സഹോദരനിക്ക് മാഫ് ചെയ്തു കൊടുക്കുന്നതിനെ പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നതല്ല എന്ന് സൂചിപ്പിക്കുന്നില്ല. ഫത്തിബാഉൻ എന്ന് പറയുന്നതിൽ ഫീലിൽ ആഫി ഇത്തിബാഉൽ ഖാതിൽ, കൊല ചെയ്യുന്ന ആൾക്ക് ആവുന്ന രീതിയിൽ മാഫ് ചെയ്തു കൊടുക്കുക. ബിൽ മഅറൂഫ്, ആ മാഫ് ചെയ്തു കൊടുക്കൽ ശറഇൽ അറിയപ്പെട്ട പോലെ രക്തബന്ധം വേണം, അടുത്ത രക്തബന്ധം വേണം. അത് സഹോദരൻ എന്നല്ല, അടുത്ത ബന്ധം ശറഇൽ അങ്ങനെ അറിയപ്പെട്ടിരിക്കുന്നത് പോലെ വേണം എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം ഈ നജീബ് മൗലവി വ്യക്തമായി പറയുകയായിരുന്നു എങ്കിൽ നമുക്കതിനെ വ്യക്തമായിട്ട് വിവരിച്ചു കൊടുക്കാൻ പറ്റും. അയാൾ ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് ചെറിയ കൺഫ്യൂഷൻ മാത്രം ചെയ്തു കൊടുക്കുക അല്ലാതെ ഇതുകൊണ്ട് അയാൾ ഗണ്ണിക്കുന്നതിൽ ഒരർത്ഥം ഇല്ല എന്നാണ് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കുന്നത്